പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. ഇത് അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. എന്തിരി ചേച്ചി സമരശങ്കം പൂരിച്ചോ എന്തിച്ചോ പൂരിച്ചോ പൂമാനമേ. നമ്മളിപ്പോ എന്തിരി കണ്ടത്? ഇത് എന്തിരി തള്ള ഇത്? എന്നാ ഒരു കിടപ്പല്ലേ, ഷക്കീല തോറ്റു. ഇത് വീഡിയോ കോൾ അല്ല, റീൽസിലേക്കാ വന്ന് വെട്ടേക്കണേ കേട്ടോ. അത് എൻ്റെ കയ്യില്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിനെ പറ്റി ഹാപ്പി ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് അറിയാം. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വിധിയൊക്കെ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നടത്തില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നിയമത്തിനെ വിശ്വസിച്ച ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആയി, അല്ലെ നിയമങ്ങളെ വെച്ചിട്ട് പവർ ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതിന് 1 ലാഖിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. 38 വയസ്സ് വരല്ലേ, അതുവരെ ഞാൻ ജയിലിൽ കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം. പുള്ളിക്കാരി സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണല്ലേ, ഡബിൾ സ്ട്രോങ് ആണ്. എനിക്കിതിനെപ്പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് കോൾ 112. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനുവേണ്ടി നടക്കണ്ടേ, കോടതി കയറി ഇറങ്ങണ്ടേ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കോൾ 112. സിമ്പിൾ ആസ് ദാറ്റ്. അത്രയ്ക്കും പവർഫുൾ ആണ് ഇവിടുത്തെ നിയമങ്ങൾ. അത് ആർക്കും കാര്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്നാ പറ്റി ചേച്ചി? എന്നതാടാ ഇത്? എന്തിന്റെ സന്തതി? ബാറ്റ്മാനെ പാത്രക്ക്, അയൺമാനെ പാത്രക്ക്, സ്പൈഡർമാനെ പാത്രക്ക്, ഇതെന്നാത്ത ചാതനോ? ഞാൻ പോണ്. എന്നാടാ എന്നതാടാ തീയൊക്കെ വരും അതിലേ ഇടുന്നേ? വിളിയടാ ഫയർഫോഴ്സിനെ. നീ ധൈര്യമായിട്ട് പഠിക്കും, പാട്ട് പുറകെ വരുന്നതേ ഉള്ളൂ. വെറുതെ ഇരടാ, വെറുതെ ഇരടാ. മാർക്കോ ആവാൻ നോക്കിയതാണോ മോനെ മാക്രി? ആ ഒഴി കുറച്ച് പെട്രോളും മണ്ണെണ്ണയും കൂടി ഒഴി. പിന്നെ ഇത് കാണേണ്ടി വരത്തില്ലല്ലോ. ബാക്കി ഞാൻ പാടിത്തരാം. ആണായി പറന്നോനെ ദൈവം പാതി ഭ്രാന്താണേ സത്താനേ. കളിയാകല്ലേ, കഷ്ടപ്പെട്ട് ചെയ്തൊക്കെ വെറുതെ. മാസ് വിത്തൗട്ട് എം. മാർക്കോ മാറിക്കോ. മാക്രോ അല്ല വാക്രോ. തക്കാളി ജ്യൂസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് സാത്താൻ തന്നെ. ഗർഭിണികളും കുഞ്ഞുങ്ങളും ഇത് കാണത്ത്. കളിയാകല്ലേ. 90 അപ്പാണ്ടെ ആന്റി. തമിഴനാണല്ലേ? அப்படின்னா ഒന്നുമില്ല അണ്ണാ, കൂടുതൽ ചെകയാൻ പോവല്ലേ, പിന്നെ തലകറങ്ങി വീടത്തേ ഉള്ളൂ. തമിഴിലെ പോട്, ഇംഗ്ലീഷിലെ പോട്. അത് തിരുമ്പ சொல்றேன். മലയാളം ഞാൻ മലയാളം അറിയാവുന്നത് വായിച്ചപ്പോഴേ മനസ്സിലായി. அப்படின்னா ഗവേഷണം ചെയ്തിട്ട് പറയാട്ടോ. തമിഴ് ഇംഗ്ലീഷ് അറിയും, വിവരം അറിയും. അനുപ്രിയ അത് ശരിക്കും അറിയുമ്പോൾ മനസ്സിലായിക്കോളൂ. നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നു പോയിട്ടുള്ളതാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ മതി. എന്നാടാ നീ പറഞ്ഞത്? നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നു പോയിട്ടുള്ളതാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ മതി. നീ കാരണം മാറി മറിയുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മോട്ടിവേഷൻ മതി. എന്നാ ഒരു പാട്ടങ്ങോട്ട് പാട്. ഉന്മയ്ക്കും നന്മയ്ക്കും കൺ കണ്ട ദൈവമായി
കൺകണ്ട ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഈ അപരാധങ്ങളൊന്നും മുന്നിൽ വരില്ലെന്ന്. ആകാശത്തോടെങ്ങും പക്ഷെ ഒരു കാര്യമില്ല, എല്ലാം സമാധിയായി. പറക്കാം പറപ്പിക്കാം. ഐട്ടക്കിൽ ജാലമായി അറ്റംബോംബേറുമായി മിക്കൽ മിരാക്കിൽ നാം കുതിക്കാം കുതിക്ക് അതങ്ങനെ വരണം. നീ പാടണം. அப்படின்னா என்ன? അണ്ടർവേൾഡ് ആയാലും അണ്ടർവെയർ ഉരുപ്പ്. ആക്ഷൻ പൊത്തായാലും അറ്റാക്കിൽ നമ്മൾ തകർക്കും. 90 അപ്പാണ്ടി ബിലാദനായാലും സദ്ദാമായാലും ഗ്രീഷ്മയായാലും കൈയോടെ നമ്മൾ അതാണ്. ബോലോ ബോൾ മേരെ ബൈ വിഷ് യു ഗുഡ് ലക്ക്. ഇന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല, ഇനി 2 ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഇടത്തില്ല, ചിലപ്പോൾ ഒരാഴ്ച പിടിക്കും. അയ്യോ അങ്ങനെ പറയല്ലേ, പിന്നെ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്ന ചേച്ചിയുടെ വീഡിയോ ഇല്ലാണ്ട്? ചിലപ്പോൾ ഒരാഴ്ച പിടിക്കും. ഞാൻ എൻ്റെ കൊച്ചുമോള് മെഡിക്കൽ കോളേജിൽ ആശുപത്രി കിടക്കുന്നു, മോടെ കൂടെ കൂട്ടിരിക്കാൻ പോവാന്ന്. എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊക്കാത്തതുകൊണ്ടൊരു വിഷമമുണ്ട്. പിന്നെ ഒരു കാര്യം, വീഡിയോ തന്നെയല്ലല്ലോ നമുക്ക് ഏറ്റവും വലുത്, മോളല്ലേ വലുത്, കൊച്ചുമോളും മോളല്ലേ വലുത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വരും ഞാൻ വീട്ടിലോട്ട്. അന്നേരം ഞാൻ വീഡിയോ ഇടാം. അല്ലെങ്കിൽ വേഗം വരണേ ചേച്ചി. ഒരാഴ്ച പിടിക്കും, എന്നിട്ട് ഞാൻ ഇടാം. എനിക്കൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കും വിഷമമുണ്ട്, ആരാന്നോരും അറിയത്തില്ല, എങ്കിലും ഞാനൊക്കെ വീഡിയോ കാണാട്ടോ. അങ്ങാതെ ഇടുന്നുണ്ട്. ആ ടിക്കറ്റ് എടുക്കുക ചേച്ചി. വീഡിയോ ഒന്നും കാണാറില്ലെങ്കിലും വേണ്ടാത്തൊന്നും കാണിക്കാറില്ലല്ലോ. A partir de agora, você vai me chamar de senhora. അങ്ങനെ ആയിക്കോട്ടെ. അപ്പാണ്ടി ആണ്ടി. എന്റെ പൊന്നെ, പ്രായമാവും തോറും പവർ ആയിക്കൊണ്ടിരിക്കണ ഈ പലചരക്ക് വാണങ്ങൾ. കളിയാകല്ലേ. എന്തുവാ കാണിച്ചെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും കാണിക്കും, ഞങ്ങൾക്കൊക്കെ വൈഫൈ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അയ്യോ മറ്റേ എനിക്ക് വിജയിനെ ഇപ്പൊ പറയുമ്പോ വേറൊരു ചൊക്കുടിയനെയാണ് ഓർമ്മ. നമ്മളെ നാട്ടിലൊരു തൊണ്ടടെ ഒരു വെറുപ്പിക്കണ ഒരുത്തൻ, അവൻ ഒന്ന് മിണ്ടാതിരിക്കണം. ചൊക്കിടിയൻ എന്നൊക്കെ എനിക്ക് പലപ്പോഴും അവനടുത്ത് പറയണമെന്നുണ്ട്, എന്റെ വിജയണ്ണൻ, എന്റെ സ്വന്തം വിജയണ്ണൻ പറഞ്ഞിട്ടൊക്കെ ഒരു തൊണ്ട. എന്റെ പൊന്നെ അണ്ണ, ഇവിടെ എന്തൊരു ക്രിഞ്ചാടാ നീ. ആ വിജയ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് കണ്ടു അവൻ അതിലും കയറി മെഴുകിയിട്ടുണ്ട്. ഒന്ന് നിനക്ക് ഇടി വന്നിട്ട് പോകും മനുഷ്യനെ. ആൾക്കാരെ വെറുതെ നീയൊക്കെ കാരണം എന്നാത്തിനാണോ നീ ഇങ്ങനെ പോകുന്നേ? ഉള്ളതല്ലേ പറയുന്നേ. നീ ഒറ്റടുത്തം കാരണമാണ് വിജയനെ ആൾക്കാർ വെറുക്കുന്നേ. എന്തിനാണെങ്കിലും രസം പറഞ്ഞാൽ എന്താ തെറ്റ്? ഗോട്ട് നീയൊക്കെ കൂടി എന്നെ വിജയേറ്ററാക്കി, വിജയണ്ണനേറ്ററാക്കി. എന്തിനാണ് സ്വഭാവം നിന്നോടൊക്കെ ദ്രോഹം ചെയ്ത? നീ എന്തിനെന്നെ വിജയണ്ണേറ്ററാക്കി? വിജയണ്ണ ഫ്ലൈറ്റ് കയറി വന്ന് എനിക്ക് എന്തൊക്കെയൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് ഒരുത്തന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. പിന്നെ അവൻ ചൊക്കിടിയൊന്നും വിളിച്ചു. അത് മോശമായിപ്പോയി. എന്നാലും ചൊക്കിടിയാന്നൊന്നും വിളിക്കരുതായിരുന്നു, മരപ്പാഴെന്നേ വിളിക്കാവുള്ളൂ. ഞാനൊക്കെ ഇജാതി മരവാഴ. ഞാൻ നിന്നെ അത്ര റെസ്പെക്ട് ചെയ്ത എനിക്ക് റെസ്പെക്ട് ശ്വസം. ഉള്ളിനുള്ളിൽ അക്ഷരപ്പുട്ടുകൾ ആദ്യം തുറന്നു തന്നു. ആ വാ തുറക്കരുത് കേട്ടോ, വാ അടക്കി. കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഒരൊറ്റ അടി വെച്ച് തരും. പുട്ടുകൾ ആദ്യം തുറന്നു തന്നു. ആരാടാ ഇതിനെ തുറന്നു വിട്ടത്? ഇന്നലെ എല്ലാരും ഓടിക്കോ. ഇനി എന്നിനി കാണുന്ന കണ്ട പൊന്മൻ മറ്റൊരു ജന്മം. ഇതെന്തൊരു ജന്മം ഇത്. ആരോ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചേച്ചി. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് വെറൈറ്റി ആണ്. ഹായ് ഗൈസ്, ജോഗടൻ ബാക്ക് ടു മൈ ചാനൽ. എന്ത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് വരച്ചേക്കുന്നതെന്ന് എനിക്ക് തന്നെ ശരിക്കും അതിശയം തോന്നിയത്. ഞാൻ ശരിക്കും വണ്ടടിക്കാറുണ്ട്. ആൾക്കാർ ഇപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതാണോ അതോ ഇനി ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് മേടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നെനിക്ക് തോന്നാറില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലും നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, റീച്ചുള്ള, എന്നേക്കാൾ റീച്ചുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചാൻസ് ഇല്ല. എന്നാണെങ്കിലും
ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു സ്റ്റോറി കാണുന്നത്. എന്താണേലും കൊള്ളാം, ടാഗ് ചെയ്തതിന് നന്ദി. എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട്. ആളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ളവരൊക്കെ അല്ലേ വളർന്നു വരണ്ടേ, നമ്മുടെ ആ പവർ കാണിക്കും. അപ്പോൾ ഇതുപോലുള്ള കഴിവുള്ളവരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യട്ടോ. എന്ത് കഴിവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കഴിവ് സമൂഹം അംഗീകരിക്കേണ്ട ഒരു കഴിവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടാഗ് ചെയ്യുക. ഞാനതെൻ്റെ അവസാനത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. നല്ലതാണെങ്കിൽ മാത്രം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക, ക്വാളിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. പെർഫെക്ഷൻ വേണം, ഡീറ്റെയിലിംഗ് ആയിരിക്കണം. ആജപജപ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 2 ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഇടത്തില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച പിടിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഷോർട്ട് ഫിലിംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മതസൗഹാർദ്ദത്തിന് പറ്റിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. அப்படின்னா என்ன? അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ബൈ ഫോർ നൗ.